നമസ്കാരം. ഇന്നത്തെ പ്രാദേശിക വാർത്തകളുമായി ഷാജി കടക്കൽ. ഇന്ന് ഏപ്രിൽ 11 വെള്ളി 2025 വാർത്തകളിലേക്ക്. മുംബൈ ഭീകരാക്രമണത്തിലെ സൂത്രധാരൻ തഹാവൂർ റാണയെ 18 ദിവസത്തേക്ക് NIA കസ്റ്റഡിയിൽ വിട്ട് ദില്ലിയിലെ പ്രത്യേക NIA കോടതി. റാണയെ ഇന്ത്യയിൽ എത്തിച്ചതിന് പിന്നാലെ കസ്റ്റഡിയിൽ വിട്ടുകിട്ടണമെന്നാവശ്യപ്പെട്ട് പാട്യാല ഹൗസ് കോടതിയിൽ NIA അപേക്ഷ നൽകിയിരുന്നു. മുംബൈ ആക്രമണത്തിലെ ഗൂഢാലോചന പുറത്തുകൊണ്ടുവരുന്നതിന് കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യൽ അനിവാര്യമാണെന്നും റാണയെ 20 ദിവസം കസ്റ്റഡിയിൽ വേണമെന്നുമായിരുന്നു NIA ആവശ്യപ്പെട്ടത്. ഇന്നലെ ഉച്ചയോടെ അമേരിക്കയിൽ നിന്ന് ഇന്ത്യയിലെത്തിച്ച തഹാവൂർ റാണയെ ദില്ലി വിമാനത്താവളത്തിൽ വെച്ച് NIA അറസ്റ്റ് രേഖപ്പെടുത്തി. ദില്ലി പാലം വ്യോമസേന വിമാനത്താവളത്തിലാണ് തഹാവൂർ റാണയുമായുള്ള വിമാനം ലാൻഡ് ചെയ്തത്. NSG കമാൻഡോകളും മറ്റ് ഏജൻസികളും റാണയെ ഇന്ത്യയിലെത്തിക്കുന്നതിൽ സഹകരിച്ചെന്ന് NIA വ്യക്തമാക്കി. മുഖ്യമന്ത്രിയുടെ മകൾ ഉൾപ്പെട്ട CMRL എക്സാലോജിക് മാസപ്പടി ഇടപാടിൽ പ്രാരംഭ അന്വേഷണം തുടങ്ങി. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇതിനു മുന്നോടിയായി SFIO കുറ്റപത്രത്തിന്റെ പകർപ്പിനായി കൊച്ചിയിലെ പ്രത്യേക കോടതിയിൽ അപേക്ഷ നൽകി. പകർപ്പ് ലഭ്യമാകുന്നതോടെ SFIO കുറ്റപത്രത്തിന്റെ അടിസ്ഥാനത്തിൽ ED തുടർ നടപടികൾ സ്വീകരിക്കും. വയനാട് ദുരന്തത്തിൽപ്പെട്ടവരുടെ ലോണുകൾ എഴുതിത്തള്ളുന്ന കാര്യത്തിൽ ഇടക്കാല ഉത്തരവിറക്കി ഹൈക്കോടതി. കേന്ദ്ര സർക്കാരും ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിയും ഇക്കാര്യത്തിൽ വിവേചനാധികാരം പ്രയോഗിക്കണമെന്ന് ഡിവിഷൻ ബെഞ്ച് നിർദ്ദേശിച്ചു. ബാങ്ക് വായ്പ എഴുതിത്തള്ളാൻ നിർദ്ദേശിക്കുന്ന കേന്ദ്ര ദുരന്ത നിവാരണ അതോറിറ്റിക്ക് അവകാശമുണ്ട്. ഇക്കാര്യത്തിൽ അവർ പരിശോധിക്കണമെന്നും നിർദ്ദേശമുണ്ട്. പ്രകൃതി വിരുദ്ധ ബന്ധത്തെ എതിർത്ത് 6 വയസ്സുകാരനെ കുളത്തിൽ മുക്കിക്കൊന്ന 20 വയസ്സുകാരനെ അറസ്റ്റ് ചെയ്തു. തൃശൂർ മാളക്കെടുത്ത് UKG വിദ്യാർത്ഥിയായ കൂഴൂർ സ്വർണ്ണപ്പള്ളം റോഡിൽ മഞ്ഞളി അജീഷിന്റെ മകൻ 6 വയസ്സുകാരനായ യബലിനെ അയൽവാസിയായ ജോജയാണ് കുളത്തിൽ മുക്കി കൊലപ്പെടുത്തിയത്. പ്രകൃതി വിരുദ്ധ ബന്ധത്തിന് ഇരയാക്കാൻ ശ്രമിച്ചാൽ കുട്ടിയെതിർത്തോടെ വിവരം പുറത്തറിയുമെന്ന് ഭയന്ന് കൊലപ്പെടുത്തുകയായിരുന്നുവെന്ന് റൂറൽ SP B കൃഷ്ണകുമാർ പറഞ്ഞു. കുട്ടിയെ കാണാതായോടെ പോലീസും പ്രാദേശികവാസികൾ നടത്തിയ തെരച്ചിൽ ജോജയും ഉണ്ടായിരുന്നു. ഇന്ത്യയിലെ ഏറ്റവും മികച്ച പോലീസ് സേനയാണ് കേരളത്തിലേതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഉയർന്ന വിദ്യാഭ്യാസ യോഗ്യതയുള്ള ഒട്ടേറെ പേർ പോലീസ് സേനയുടെ ഭാഗമാകുന്നത് പോലീസിന്റെ മൊത്തത്തിലുള്ള മികവ് വർദ്ധിപ്പിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. വിവിധ ബറ്റാലിയനുകളുടെ പരിശീലനം പൂർത്തിയാക്കിയ 376 റിക്രൂട്ട് പോലീസ് കോൺസ്റ്റബിളുടെ പാസിംഗ് ഔട്ട് പരേഡിൽ അഭിവാദ്യം സ്വീകരിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിൽ ഇതുവരെ ആകെ 774 പേർക്ക് നിയമനം നടന്നതായും അതിൽ 69% കേരളത്തിൽ നിന്നുള്ളവരാണെന്നും തുറമുഖ വകുപ്പ് മന്ത്രി VN വാസവൻ പറഞ്ഞു. വിഴിഞ്ഞം സ്കിൽ ഡെവലപ്മെന്റ് സെന്ററിൽ പരിശീലനം പൂർത്തിയാക്കിയവർക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണവും പ്ലേസ്മെന്റ് പ്രഖ്യാപനവും വിഴിഞ്ഞം തുറമുഖ ഓഫീസിൽ നിർവഹിക്കുകയായിരുന്നു മന്ത്രി. കേരളത്തിൽ 3 വർഷത്തിനുള്ളിൽ 3.5 ലക്ഷം സംരംഭങ്ങൾ തുടങ്ങിയെന്നും അതിൽ 30% സ്ത്രീ സംരംഭകരാണെന്നും വ്യവസായ കയർ നിയമകാര്യ വകുപ്പ് മന്ത്രി V രാജീവ്. കേരള ഖാദി ഗ്രാമ വ്യവസായ ബോർഡ് ആഭിമുഖ്യത്തിൽ പാപ്പനംകോട് പുഴിക്കുന്ന് ബീ കീപ്പിംഗ് ഫെഡറേഷൻ ആരംഭിക്കുന്ന ബീ കീപ്പിംഗ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ശബരിമല ശ്രീകോവിൽ പൂച്ച അയ്യപ്പ ചിത്ര ആലേഖനം ചെയ്ത സ്വർണ്ണ ലോക്കറ്റുകളുടെ വിതരണം വിഷുദിനത്തിൽ മുതൽ ആരംഭിക്കും. ലോക്കറ്റുകളുടെ ഓൺലൈൻ ബുക്കിംഗ് ആരംഭിച്ചു. www.sabrimala.online.org എന്ന വെബ്സൈറ്റിലൂടെ ലോക്കറ്റുകൾ ബുക്ക് ചെയ്യാം. കേരള സർവകലാശാല ആസ്ഥാനത്ത് വൻ സംഘർഷം. സെനറ്റ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വിചാരണത്തിനിടെ KSU പ്രവർത്തകരും SFI പ്രവർത്തകരും തമ്മിൽ ഏറ്റുമുട്ടി. ക്യാമ്പസിൽ നിന്ന് പുറത്തേക്കും തിരിച്ചും വിദ്യാർത്ഥി തമ്മിൽ കല്ലേറുണ്ടായി. സംഘർഷത്തെ തുടർന്ന് പോലീസ് ലാത്തി ചാർജിൽ വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റു. പാളയത്തേക്ക് റോഡിലേക്ക് അടക്കം സംഘർഷം വ്യാപിച്ചതോടെ ഗതാഗത തടസ്സവും ഉണ്ടായി. കേരള സർവകലാശാല സെനറ്റ് തെരഞ്ഞെടുപ്പിനെ ചൊല്ലിയുണ്ടായ സംഘർഷത്തിൽ പരസ്പരം ആരോപണ പ്രത്യാരോപണവുമായി KSUയും SFIയും. സെനറ്റിലും സ്റ്റുഡന്റ് കൗൺസിലിലും KSUവിന്റെ സ്ഥാനാർത്ഥികൾ വിജയിച്ചാൽ പ്രകോപിതരായാണ് SFI പ്രവർത്തകർ ആക്രമണം നടത്തിയെന്നാണ് KSUവിന്റെ ആരോപണം. അതേസമയം KSU പ്രവർത്തകരാണ് ആക്രമണം അഴിച്ചുവിട്ടതെന്നാണ് SFIയുടെ ആരോപണം. കൊല്ലം കോട്ടുകൽ ദേവീക്ഷേത്രത്തിലെ RSS ഗണഗീത വിവാദത്തിൽ ഉപദേശ സമിതിയെ പിരിച്ചുവിട്ടു. ഉത്സവാഘോഷത്തിലെ ഗാനമേളയിൽ ഗണഗീതം പാടിയതിൽ ഉപദേശ സമിതിക്ക് വീഴ്ച പറ്റിയെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ നടപടി. ക്ഷേത്ര പരിസരത്ത് RSSനെയും കൊടിയും തോരണങ്ങളും കെട്ടിയെന്ന പേരിൽ കൊട്ടാരക്കര ദേവസ്വം അസിസ്റ്റന്റ് കമ്മീഷണർ അന്വേഷണം നടത്തുന്നതിനിടെയാണ് ഗാനമേളയിൽ ഗണഗീതം പാടിയത്. ഇത്തവണ സ്കൂൾ സഹകരണ സംഘങ്ങൾ വഴി വില കുറച്ച് ഗുണമേന്മയുള്ള പഠനോപകരണങ്ങൾ വിതരണം ചെയ്യുന്ന കാര്യം പരിഗണനയിലെന്ന് പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി V ശിവൻകുട്ടി അറിയിച്ചു. 2025-26 അധ്യയന വർഷത്തിലേക്ക് ഇന്റേൺ ചെയ്ത 3299 സൊസൈറ്റികൾ മുഖേനയാണ് സ്കൂളുകൾക്ക് പാഠപുസ്തകങ്ങൾ വിതരണം ചെയ്യുന്നത്. ഈ സൊസൈറ്റികൾ വഴി തന്നെയാണ് വില കുറച്ച് ഗുണമേന്മയുള്ള പഠനോപകരണങ്ങൾ വിതരണം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. 5 വയസ്സ് മാത്രം പ്രായമുള്ള പെൺകുട്ടി ലൈംഗികമായി ഉപദ്രവിച്ച കേസിൽ പ്രതിക്ക് 5 വർഷം കഠിനതടവും 50,000 രൂപ പിഴയും ശിക്ഷ വിധിച്ച് കോടതി. ഇരിങ്ങാലക്കുട അതിവേഗ സ്പെഷ്യൽ കോടതി ജഡ്ജ് സേതുമോഹനാണ് കേസിൽ വിധി പ്രസ്താവിച്ചത്.
ആലപ്പുഴയിലെ ഹൈബ്രിഡ് കഞ്ചാവ് വേട്ടയിലെ മുഖ്യപ്രതി സുൽത്താൻ എന്ന എക്സൈസ് അധികൃതർ കേസിൽ നേരത്തെ പിടിയിലായ തസ്ലിമയുടെ ഭർത്താവ് ചെന്നൈ എണ്ണൂർ സത്യവാണി മുത്തുനഗർ സ്വദേശി സുൽത്താൻ അക്ബർ അലിയെ ഇന്നലെയാണ് തമിഴ്നാട് ആന്ധ്ര അതിർത്തിയിൽ നിന്നും എക്സൈസ് പിടികൂടിയത്. പുതുതായി 12 റെയിൽവേ മേൽപ്പാലങ്ങൾ തുറക്കുന്നത് കേരളത്തിൽ ചരിത്രമെന്ന് മുഹമ്മദ് റിയാസ്. ലെവൽ ക്രോസ് ഇല്ലാത്ത കേരളം പദ്ധതിയുടെ ഭാഗമായി പണി പൂർത്തിയാകുന്ന 4 റെയിൽവേ മേൽപ്പാലങ്ങൾ നാടിന് സമർപ്പിക്കുമെന്നും മന്ത്രി പറഞ്ഞു. റോഡ് ആൻഡ് ബ്രിഡ്ജസ് കോർപ്പറേഷൻ പദ്ധതികൾ റിവ്യൂ ചെയ്യുന്നതിന് ചേർന്ന യോഗത്തിന് ശേഷമായിരുന്നു മന്ത്രി ഇക്കാര്യം അറിയിച്ചത്. സംസ്ഥാന ത്രിതല പഞ്ചായത്തുകൾക്കും നഗരസഭകൾക്കുമായി 2228.30 കോടി രൂപ അനുവദിച്ചതായി ധനകാര്യമന്ത്രി KN ബാലഗോപാൽ അറിയിച്ചു. CPI പാർട്ടി സമ്മേളന ഔദ്യോഗിക പാലനെതിരായ കൂട്ടായ മത്സരം അനുവദിക്കില്ലെന്ന് സംസ്ഥാന സെക്രട്ടറി ബിനു വിശ്വം. വയനാട് പൂക്കോട് വെറ്ററിനറി കോളേജിൽ 2ാം വർഷ വിദ്യാർത്ഥിയുടെ മരണത്തിൽ പ്രതികളായ 19 വിദ്യാർത്ഥികളെ കേരള വെറ്ററിനറി സർവകലാശാല പുറത്താക്കി. ഫാഷൻ ഗോൾഡ് തട്ടിപ്പ് കേസിൽ മുസ്ലിം നേതാക്കളായ MC കമറുദ്ദീനും പൂക്കോയ തങ്ങളും EDയുടെ കസ്റ്റഡിയിൽ. കോഴിക്കോട് അഡീഷണൽ സെഷൻ കോടതിയാണ് ഇരുവരെയും 2 ദിവസത്തേക്ക് കസ്റ്റഡിയിൽ വിട്ടത്. ഒരാളുടെ മരണത്തിന് കാരണമായ അപകടമുണ്ടായ ശേഷം വാഹനം നിർത്താതെ ഓടിച്ചു പോയ ഓട്ടോ ഡ്രൈവർ പോലീസിന്റെ പിടിയിലായി. കോട്ടയം വൈക്കത്ത് പ്രസ് ഉടമ ഓട്ടോ ഇടിച്ച ശേഷം നിർത്താതെ പോയ സംഭവത്തിലാണ് ഡ്രൈവർ പിടിയിലായത്. പാലാരിവട്ടം സ്വദേശി ബാബു KR ആണ് അറസ്റ്റിലായത്. ടിക്കറ്റ് ചോദിച്ചതിന് TTE ഒരു സംഘം യാത്രക്കാർ മർദ്ദിച്ചതായി പരാതി. ഐലൻഡ് എക്സ്പ്രസിലാണ് സംഭവം. മർദ്ദനമേറ്റ TTE ആശുപത്രിയിലാണ്. സംഭവവുമായി ബന്ധപ്പെട്ട ഒരാൾ കസ്റ്റഡിയിലായിട്ടുണ്ട്. നെയ്യാറ്റിൻകരയ്ക്കും പാറശാലയ്ക്കും ഇടയിലാണ് സംഭവം നടന്നിരിക്കുന്നത്. മർദ്ദിച്ച സംഘത്തിലെ ഒരാളൊഴികെ ബാക്കി എല്ലാവരും ഓടി രക്ഷപ്പെട്ടിരിക്കുകയാണ്. ഇയാളെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. മർദ്ദനമേറ്റ TTE JH പേട്ട ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയാണ്. ഇടുക്കി ഉപ്പുതറ 9 ഏക്കറിൽ ഒരു കുടുംബത്തിലെ 4 പേരെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. ഉപ്പുതറ പട്ടത്തമ്പലം സജീവ് മോഹൻ, ഭാര്യ രേഷ്മ, 4ഉം 6ഉം വയസ്സും 2 മക്കൾ എന്നിവരാണ് മരിച്ചത്. വീടിൽ തൂങ്ങിയ നിലയിലാണ് മൃതദേഹം. ആത്മഹത്യയെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയെ കാപ്പനിവാരം കരുതൽ തടങ്കലാക്കി. വെട്ടൂർ അരിവാളം സ്വദേശി സുൽത്താനെയാണ് കാപ്പ നിയമപ്രകാരം ജയിലിലാക്കിയ. തിരുവനന്തപുരം റൂറൽ ജില്ലാ പോലീസ് മേധാവി സമർപ്പിച്ച റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് പ്രതിയെ പിടികൂടിയത്. അച്ഛൻ കലർഞ്ഞ് ഓടിക്കുന്നതിനിടെ മകൻ കിണറ്റിൽ വീണ് മരിച്ച കേസിൽ അച്ഛന് 10 വർഷം കഠിന തടവും പിഴയും ശിക്ഷ വിധിച്ചു കോടതി. കല്ലിയൂർ സ്വദേശി ബേബിയാണ് നരഹത്യയ്ക്ക് 10 വർഷം കഠിന തടവിനും 50,000 രൂപ പിഴ ഒടുക്കുന്നതിന് നെയ്യാറ്റിൻകര അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി വിധിച്ചത്. 2014 മാർച്ച് മാസം 27 പുലർച്ചെ 2 മണിക്കാണ് കേസിനാസ്പദമായ സംഭവം നടന്നത്. ജാമ്യത്തിലിറങ്ങിയ പ്രതിയെ വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കാണപ്പെട്ടു. എഴുപുന്ന സ്വദേശി സുദീപ് ആണ് മരിച്ചത്. ഭാര്യ നൽകിയ പരാതിയിലാണ് സുദീപ് അറസ്റ്റിലായത്. സുദീപിന്റെ മർദ്ദനം സഹിക്കാതെ വന്നപ്പോൾ ഭാര്യ നസിയ അരൂർ പോലീസിൽ പരാതി നൽകുകയായിരുന്നു. പരാതിയുമായി ബന്ധപ്പെട്ട കേസ് നടക്കുന്നതിനിടെയാണ് ആത്മഹത്യ. പാലക്കാട് പുളിഞ്ചോട് കാർ ചായക്കടയിലേക്ക് ഇടിച്ചു കയറി 2 പേർ. ചായക്കടൻ ബാലൻ, കടയിൽ ഉണ്ടായിരുന്ന മറ്റൊരാൾ എന്നിവരാണ് മരിച്ചത്. മരിച്ച രണ്ടാമത്തെ ആളെ തിരിച്ചറിഞ്ഞിട്ടില്ല. കേരളത്തിൽ അടുത്ത 5 ദിവസം വേനൽ മഴ ശക്തമാവുന്ന കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. വരും ദിവസം ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും മണിക്കൂറിൽ 30 മുതൽ 40 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ പ്രവചനം. ആർത്തവത്തെ തുടർന്ന് 8ാം ക്ലാസ് വിദ്യാർത്ഥിനിയെ ക്ലാസ് മുറിക്ക് പുറത്തെടുത്ത് പരീക്ഷ എഴുതിപ്പിച്ചായി പരാതി. തമിഴ്നാട്ടിലെ കോയമ്പത്തൂരിലാണ് സംഭവം. ഇന്നലെ നടന്ന ബ്രിഗേഡിയർ തല ചർച്ചയിൽ പാകിസ്ഥാന് ശക്തമായ മുന്നറിയിപ്പ് നൽകി ഇന്ത്യ. അതിർത്തി മേഖലയിൽ സമാധാനം തകർക്കുന്നതിന് നീക്കങ്ങളിൽ നിന്ന് പാകിസ്ഥാൻ പിന്തിരിയണമെന്നും ഇന്ത്യ ഫ്ലാഗ് മീറ്റിൽ ആവശ്യപ്പെട്ടു. സമാധാനമാണ് ഇന്ത്യ ആഗ്രഹിക്കുന്നതെന്നും പക്ഷേ ഇത്തരം നടപടികൾ പാകിസ്ഥാൻ തുടർന്നാൽ തിരിച്ചടി ഉണ്ടാകുമെന്നും യോഗത്തിൽ ഇന്ത്യ അറിയിച്ചു. കാശ്മീരിലെ പൂഞ്ചിലാണ് വ്യാഴാഴ്ച സൈനികതല ചർച്ച നടന്നത്. ഇതോടുകൂടി ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.